രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 28ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരു പുതിയ പന്തക്കുസ്ത എന്ന വിഷയമാണ്. 1960 സെപ്റ്റംബർ 25 21 യോഹന്നാൻ മാർപ്പാപ്പ റോമിലെ വൈദിക വിദ്യാർത്ഥികളെ സന്ദർശിച്ചപ്പോൾ അവരോട് പറയുകയുണ്ടായി, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരു പുതിയ പന്തക്കുസ്ത ആയിരിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ അത് നിറവേറിയെന്ന് കൗൺസിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 1962 ഒക്ടോബർ 11 ഗൗഡത്ത് മാത്ര എക്ലേസിയ എന്ന ഉദ്ഘാടന പ്രഭാഷണത്തിലൂടെ അമ്മയായ സഭയെ സന്തോഷിക്കുക, അമ്മയായ സഭ സന്തോഷിക്കുന്നു എന്നർത്ഥം വരുന്ന ഗൗഡത്ത് മാത്ര എക്ലേസിയ എന്ന ഉദ്ഘാടന പ്രസംഗത്തിലൂടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ലക്ഷ്യം ദൈവരാജ്യം പ്രഘോഷിക്കുകയാണെന്നും ആകുലപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുകയാണെന്നും സഭ ലോകത്ത് പ്രശസ്തമാക്കുകയാണെന്നുമൊക്കെ മാർപ്പാപ്പ പറഞ്ഞുകൊണ്ട് മതസ്വാതന്ത്ര്യം, മനുഷ്യ സമത്വം എന്നീ വിഷയങ്ങൾ ഊന്നിപ്പറഞ്ഞ് ദൈവരാജ്യ പ്രഘോഷണത്തിന്റെ പുതിയ മാനങ്ങളിലേക്ക് കടക്കുവാനായിട്ട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ആഹ്വാനം ഈ കൗൺസിലിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോഴും വിവിധ ഡിക്രികൾ പുറപ്പെടുവിച്ചപ്പോഴും നിറവേറി. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പന്തക്കുസ്ത തന്നെയായിരുന്നു. അന്നത്തെ ഈ പുതിയ പന്തക്കുസ്തയുടെ ചൈതന്യം ഇന്ന് നിലനിൽക്കുന്നു. ഇനിയും ഈ ചൈതന്യത്തിൽ ആഴപ്പെടുവാനും ഈ ചൈതന്യം പുലർത്തുവാനും ഈ ചൈതന്യത്തിൽ മുന്നോട്ട് നീങ്ങുവാനുമുള്ള ആഹ്വാനമാണ് സഭ നമുക്ക് നൽകുന്നത്. പ്രത്യേകമായി സഭാ വിശ്വാസികള് ലോകമെമ്പാടും കൗൺസിലിന്റെ ചൈതന്യത്തിൽ സഭയെ നയിക്കുന്നവരെ നിറയണമെന്നും കൗൺസിലിന്റെ ചൈതന്യത്തിൽ സഭാ സ്നേഹികള് വളരണമെന്നും ആഗ്രഹിക്കുകയും അത് പ്രഖ്യാപിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മൂവ്മെന്റുകൾ പോലും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൗൺസിൽ പുതിയ പന്തക്കുസ്ത ആയിരുന്നു എന്ന കാര്യത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് ആർക്കും തർക്കമില്ല. കത്തോലിക്ക വിശ്വാസികള് വിശുദ്ധനായി വിളിക്കപ്പെട്ട 23 യോഹന്നാൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച് വിവിധ മെത്രാന്മാർ ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒപ്പിട്ട് ഇറക്കിയ ഡിക്രികളുടെ ചൈതന്യത്തിൽ സഭ ഇന്നും നിറയണമെന്നും തുടരണമെന്നും മാത്രമാണ് ആഗ്രഹിക്കുക. സഭയെ പരിശുദ്ധാത്മാവ് നയിക്കും. സഭയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാനുള്ള മാർഗവും ഇതാണെന്നാണ് ഭൂരിപക്ഷം കത്തോലിക്കരുടെയും വിശ്വാസം.